നമസ്കാരം, കരുതൽ ന്യൂസിലേക്ക് സ്വാഗതം. കരുതൽ അക്കാദമി ഓഫ് മ്യൂസിക്, ഫൈൻ ആർട്സ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ 2ാം വാർഷിക യോഗ ഉദ്ഘാടനവും വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഡ്രോയിംഗ് കോമ്പറ്റീഷനിൽ വിജയിച്ചവരുടെ സമ്മാന വിതരണവും നാടക സിനിമാ നടൻ രാജേഷ് ശർമ്മ നിർവഹിച്ചു. ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ ഉണ്ടാവും, അവിടെ നമ്മുടെ സഹായത്തിനെത്തുക നമ്മുടെ ഉള്ളിലെ കഴിവുകളാവും. ആഹാരം, വിദ്യാഭ്യാസം, വസ്ത്രം, താമസം എന്നിവ നൽകുന്നതിനോടൊപ്പം മക്കൾക്കായി മാതാപിതാക്കൾക്ക് നൽകാനാകുന്നത് അവരുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ വളർത്തുക എന്നതാണ്. അതിന് സഹായിക്കുവാൻ കരുതൽ അക്കാദമിക്ക് കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കരുതൽ അക്കാദമിയുടെ പ്രസക്തിയെന്ന് രാജേഷ് ശർമ്മ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വലിയ വലിയ തീരുമാനങ്ങൾ വളരെ ശക്തമായിട്ട് ഉറച്ച മനസ്സോടുകൂടി എടുക്കാൻ കഴിയുന്നത് അയാൾ അത് എന്താ പറയുക, നല്ലൊരു കലാകാരനത് പറ്റും. ധൈര്യം നമ്മൾ സിനിമകളിലായാലും ചിത്രകലയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ലെജൻസ് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില സൃഷ്ടികൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. കരുതൽ അക്കാദമി പ്രിൻസിപ്പൽ ബെറ്റ്സി എഡിസൺ അധ്യക്ഷത വഹിച്ചു. അക്കാദമി മാനേജർ ജോസഫ് സേവ്യർ വലിയ വീട്, ചീഫ് അഡ്വൈസർ എഡിസൺ വിൻസെന്റ്, ചീഫ് കോർഡിനേറ്റർ ജോസ്വിൻ ജോർജ്, ഇപ്ലോ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ, ജോല വിമൻസ് പവർ ട്രഷറർ സോജാലിൻ ഡേവിഡ്, അധ്യാപകരായ ചാൾസ് മോഹൻ മെൻഡസ്, അജയ് കുമാർ, ജിത് ബെനഡിക്ട്, ആര്യ പ്രകാശ്, മാതാപിതാക്കളുടെ പ്രതിനിധികളായ മോഹനൻ ചന്ദ്രൻ, റോസമ്മ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ വിദ്യാർത്ഥികൾ കീബോർഡ്, ഗിറ്റാർ, സംഗീതം, സിനിമാറ്റിക് ഡാൻസ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, സൂംബ, കരാട്ട എന്നിവ അവതരിപ്പിച്ചു. വിവിധ കരാട്ടെ മത്സരങ്ങൾ വിജയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. കരുതൽ ന്യൂസ്, കൊല്ലം.